ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രമീളയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രമീള, 33 വയസ്സുണ്ട്, വിവാഹിതയാണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതൊന്നുമായിരുന്നില്ല. ഞാൻ 10-20 വയസ്സായപ്പോഴേക്കും നല്ല കടത്തിലായി. ആ സമയത്ത് ഡിഗ്രി പകുതി വഴിക്ക് നിർത്തി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേ പറ്റുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും കടകളിലൊക്കെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ലളിത ചേച്ചി എന്നെ കണ്ടത്. മോളെ എടി, ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു തുണിക്കമ്പനിയിലാണ്. നീ എൻ്റെ കൂടെ പോര്, താമസ സൗകര്യമുണ്ട്, 3 നേരം ഭക്ഷണമുണ്ട്, അത് കഴിഞ്ഞ് നല്ലൊരു തുക നിനക്ക് കിട്ടും. നിനക്ക് നല്ല മിടുക്കുണ്ടെങ്കിൽ പിടിച്ച് കയറി നിനക്ക് നല്ല സാലറി കിട്ടും മോളെ എന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമ്മതം. കാര്യം, ലളിത ചേച്ചി വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണല്ലോ. ചേച്ചിയുടെ വീടൊക്കെ ഇപ്പോൾ നന്നായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ തീരുകയും ചെയ്തു. അപ്പോൾ ചേച്ചിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് അമ്മയും വിചാരിച്ചു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടിയാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തമിഴ് എനിക്ക് ഏക്കും പോക്കും അറിയില്ല മാഡം. എങ്കിലും അണ്ണാ താക്ക എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ചൊക്കെ ആദ്യമേ പഠിച്ചെടുത്തു. പക്ഷേ ഭയങ്കര പണിയായിരുന്നു അവിടെ. തയ്യൽ സെഷനിലാണ് എന്നെ കൊണ്ടുപോയത്. എനിക്കാണെങ്കിൽ കട്ട് ചെയ്യാൻ പോലും അറിയില്ല. അവർ എന്നെ ഒത്തിരി ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത്. എങ്കിലും 3 മാസത്തിനുള്ളിൽ അവിടുത്തെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഉറങ്ങാൻ പോലുള്ള സമയം വളരെ കമ്മിയായിരുന്നു. ബാത്റൂമിൽ പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കൂടുതലും തമിഴ് പെൺകുട്ടികളായിരുന്നു, പിന്നെ മലയാളികളുമുണ്ട്. തമിഴ് പെൺകുട്ടികൾക്ക് എന്നെ അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു മാഡം. പലപ്പോഴും അസൂയാണ് അവർക്ക് എന്നോട്. എനിക്ക് നല്ല കറുത്ത നീളൻ മുടിയുണ്ട്, അതുമാത്രമല്ല നല്ല ശരീരവടവും വെളുത്ത നിറവുമുണ്ട്. അതൊക്കെ അവർ കുത്തി പറയുമായിരുന്നു. ഞങ്ങളെപ്പോലെയല്ല, കേരള പെണ്ണുങ്ങൾ മിടുക്കികളാണ്, തമിഴ് പയ്യന്മാർ കണ്ടാലും മോഹിച്ചു പോകും, ഞങ്ങൾക്ക് പാരയാണ് നീ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. വീട്ടിലേക്ക് ശമ്പളം കിട്ടുമല്ലോ, പിന്നെ അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. നല്ല പെണ്ണുങ്ങളെ അവിടെയുള്ള മുതലാളിമാരും സൂപ്പർവൈസർമാരും ഒക്കെ നോട്ടമിടും. നമുക്കിഷ്ടമാണെങ്കിൽ അവരുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കാം, അതുവഴി പടിപടിയായി പിടിച്ചു കയറുകയും ചെയ്യാം. പക്ഷേ ഞാൻ ആ കാര്യത്തിനൊന്നും പോയില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു മാഡം. പക്ഷേ മറ്റു പല സ്ത്രീകളും ഇങ്ങനെ ധാരാളം കാശ് സമ്പാദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം ഒരു നക്കാപ്പിച്ചയാണല്ലോ എന്ന് എനിക്കും തോന്നി തുടങ്ങി. അങ്ങനെയാണ് രാജപാളയത്തുള്ള ഒരാൾ എന്നെ നോട്ടമിട്ടത്. അയാളാണെങ്കിൽ ഒരു സൂപ്പർവൈസറായിരുന്നു. എന്നോടടുത്തിട്ട് അയാൾ പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം, അല്ലാതെ വേറൊരു ഉദ്ദേശവുമല്ലെന്നും. അങ്ങനെ അയാളുടെ വാക്ക് വിശ്വസിച്ച് അയാളുടെ കൂടെയായി താമസം. ആദ്യമൊക്കെ ഹോസ്റ്റലിലായിരുന്നല്ലോ, പിന്നീട് അയാൾ ഞാനും കൂടി ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. ഒഫീഷ്യലി ഞങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിരുന്നില്ല, എങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു ഞങ്ങളുടെ താമസം. മഞ്ഞക്കയറൊക്കെ കെട്ടി ഞാനൊരു ഭാര്യയായിട്ട് കഴിഞ്ഞു. രാവിലെ ഞങ്ങളൊന്നിച്ചാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. പുള്ളിക്ക് കുറച്ച് നേരം കൂടി ഡ്യൂട്ടി കാണും, ഞാൻ നേരത്തെ തിരിച്ചു വരും. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മലയാളി പെണ്ണെന്ന് പറയുമ്പോൾ എന്നെ അയാൾ ഒത്തിരി സ്നേഹിച്ചു മാഡം. ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും പുള്ളി എനിക്ക് വേണ്ടി പ്രദാനം ചെയ്തു. ആ രസത്തിൽ ഞാനങ്ങ് മയങ്ങി. പുരുഷൻ്റെ സുഖം അത് സ്ത്രീക്ക് സ്വർഗം, അതൊരിക്കലും മാറല്ലേ എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ കൂടെയുള്ള ജീവിതം. അയാൾ എന്നെ ഒന്നിനും നിർബന്ധിക്കില്ല മാഡം. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നു ഓരോ പ്രവർത്തനവും. ഏത് പെണ്ണിനാണ് അത്തരം ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടാത്തത്? അതുകൊണ്ട് ഞാനും അയാളെ ഭാവിയിൽ കല്യാണം കഴിക്കാം, അമ്മയോട് പറയാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത്. അതിനിടയ്ക്ക് അങ്ങേർ എനിക്ക് നല്ല രീതിയിൽ പണം തന്ന് സഹായിച്ചിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു മാഡം. അമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ പെട്ടെന്ന് പണി പഠിച്ച് സ്ഥിരമായി ജോലിയിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ കള്ളത്തരങ്ങൾ തട്ടിവിട്ടു. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയി. പക്ഷേ ഒരു 7 മാസം മാത്രമേ അങ്ങനെ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ അയാൾ എന്നോട് പറയാൻ തുടങ്ങി, പണത്തിന് നിനക്ക് ആവശ്യമുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു മുതലാളിയുണ്ട്, പുള്ളി ഒരു ദിവസത്തേക്ക് വരും. നിന്നെ അങ്ങേർക്ക് ഒത്തിരി ഇഷ്ടമായി. നിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞത് അയാൾക്കവിടെ ഇരിക്കപ്പുറത്തില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ വില പേശിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം കിട്ടും. ഞാൻ പറഞ്ഞു, വേണ്ട, അത് ശരിയാവില്ലെന്ന്. പുള്ളി പറഞ്ഞു, എന്നെപ്പോലെ തന്നെയാണ് പുള്ളിക്കാരനും. എൻ്റെ അത്രയും പോലും അദ്ദേഹത്തിന് പ്രത്യേകതകളില്ല, ഒത്തിരി പാവമാണ്. നീ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല.
ഈസിയാണ്, ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യില്ലേ, അതേപോലെ തന്നെ നിന്നെ അങ്ങനെ ഹാൻഡിൽ ചെയ്യും. നിനക്ക് കൂടുതൽ രസം തോന്നും മോളെ, ഇഷ്ടംപോലെ പണവും കിട്ടും. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇതുവഴി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിലോ മറ്റോ നമുക്ക് ജോലിക്ക് കയറാം. ഈ ജോലി നമുക്ക് മടുത്തില്ലേ? ഇത് ശരിയാകില്ല. നല്ല സാലറിയുള്ള ചെന്നൈയിലോ എല്ലാം പോയി നമുക്കൊരു ഫ്ലാറ്റിൽ താമസിക്കണ്ടേ? അദ്ദേഹത്തിന് ഒത്തിരി ഓഫീസുകളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു മാഡം. ശരി, അയാളിൽ നിന്ന് നല്ല പണം കിട്ടുമല്ലോ, ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറുമല്ലോ എന്നോർത്ത് ഞാനങ്ങ് സമ്മതിച്ചു മാഡം. അയാളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. വലിയൊരു വീട്, 1-2 വേലക്കാർ മാത്രമേ ഉള്ളൂ. ഭാര്യയും മക്കളെയൊന്നും അവിടെ കണ്ടില്ല. കണ്ടപ്പോഴേ അറിയാം തമിഴ്നാട്ടിലെ ഏതോ വലിയൊരാളാണെന്ന്. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കാണാൻ അത്ര സുന്ദരമൊന്നുമല്ല. പക്ഷേ ഞാനിപ്പോൾ പ്രേമിച്ച് കൂടെ താമസിക്കുന്ന ആൾ കണ്ടാൽ കറുപ്പാണെങ്കിലും നല്ല സുന്ദരനാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇയാളെയാണോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നോർത്ത് ആദ്യം ഒന്ന് വിഷമിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, പുള്ളി പാവമാണെന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അകത്താക്കി എന്നെ കൊണ്ടുവന്ന ആൾ സ്ഥലം വിട്ടു മാഡം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കാമുകൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പാവമാണ്, കേരള പെണ്ണുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, എന്നെ നന്നായി കൺസിഡർ ചെയ്യും. പിന്നെ അത് മാത്രമല്ല എൻ്റെ കാമുകൻ്റെ അത്രയൊന്നും വരില്ലല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ഈസി ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച് അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു മദ്യപിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ മദ്യം കുടിച്ചിട്ടില്ലെന്ന്. അയാളാണെങ്കിൽ നിർബന്ധിച്ചാണ് മാഡം എനിക്ക് 2 പെഗ് തന്നത്. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് നിനക്ക് വീണ വായിക്കാൻ അറിയാമോ എന്ന്. എനിക്കതൊന്നും വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ വായിക്കാൻ നീ നന്നായി പഠിക്കണമെന്ന് പറഞ്ഞ് അയാൾ കാണിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. ആ സമയത്ത് അയാളെ പേടിച്ച് അയാൾ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചു മാഡം. എൻ്റെ കഴുത്തല്ലുകൾ നന്നായി വേദനിച്ചു. എങ്കിലും പേടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തസ്വരൂപനായി. നീ മിടുക്കിയാണ്, പെട്ടെന്നെല്ലാ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. കേരളത്തിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചില അംഗമുറകൾ പരിശീലിപ്പിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അത്ര ഒരു സുന്ദരിയെ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നീ ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ തരുമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് അയാളൊരു പേടിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായതും എൻ്റെ കാമുകൻ എന്താ പറഞ്ഞതും അയാൾ കാമുകനേക്കാൾ കുറവുള്ള ആളാണെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല മാഡം. ഒത്തിരി എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടലാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, തുടങ്ങിയാൽ നിർത്തുന്ന ടൈപ്പല്ലല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ പടവുകൾ താണ്ടി ഞാൻ അവസാനം അങ്ങേര് ഒരു കര പറ്റിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്കൊരാശ്വാസമായത്. പക്ഷേ അന്ന് എന്നെ വിട്ടില്ല. വെളുക്കുന്നത് വരെ ഉണ്ടായിരുന്നു. ഒരു 4 വട്ടം എന്ന് പറഞ്ഞാൽ മാഡം ചിലപ്പോൾ എന്നെ വഴക്ക് പറയും ഞാൻ ഇറങ്ങി ഓടിയില്ലെന്ന്. പക്ഷേ ഓടാനൊക്കെ എനിക്ക് പേടിയായിരുന്നു മാഡം. എന്തായാലും രാവിലെ ആയപ്പോഴേക്കും തടാകത്തിൽ കുളിക്കാൻ പോയ ഞാൻ കടയിലെത്തി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. എങ്കിലും ഞാൻ ഒരു കണക്കിന് എൻ്റെ കാമാൻ്റെ കൂടെ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇത് വല്ലാത്ത ചതിയായിപ്പോയി, നിങ്ങളിങ്ങനെ എന്നോട് കാണിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വലിയ സ്വാധീനമുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്നെയും പേടിപ്പിച്ചു. എന്തായാലും മാഡം രണ്ടാമതും അയാൾ വിളിച്ചു. പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാളോട് ഞാൻ കൂടുതൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് 1 ലക്ഷം രൂപ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാണ് നീ മടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു 1 ലക്ഷമോ, എനിക്ക് ആ കിട്ടിയത് 15,000 രൂപയാണെന്ന്. പുള്ളി അപ്പോഴേക്കും കരുതുള്ളി. എൻ്റെ കാമുകനെ വിളിച്ചു. കാമുകനപ്പോൾ അത് വേറെ ചില കാര്യങ്ങൾക്ക് ചിലവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു നിനക്ക് 1 ലക്ഷമല്ല 2 ലക്ഷമല്ല എത്ര വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ കൂടെ നിൽക്കുന്നവൻ അവൻ ശരിയല്ല, നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നിയില്ല. കാര്യം ഇങ്ങനെ ഇത്തിരി പ്രായമായുള്ള ഒരാളാണ്. എൻ്റെ കാമുകൻ സുന്ദരനും എനിക്കിഷ്ടമുള്ളവനുമാണ്. പക്ഷേ അയാൾ പണം മറിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളോട് നിൽക്കണമെങ്കിൽ എനിക്ക് ഇത്രയും ബെനിഫിറ്റ് പോരാ, എനിക്ക് നാട്ടിൽ ഒത്തിരി കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അപ്പോഴേക്കും പുള്ളി എന്നോട് പറഞ്ഞു അമ്മയുടെ ചോദ്യയിൽ അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന്, അതൊക്കെ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞു. അന്ന്
പിന്നെയും ഞാൻ ചില താണ്ഡവ നൃത്തങ്ങൾ നടത്തി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. അങ്ങേർക്ക് ഈ കാര്യത്തിൽ ഇത്തിരി കൗശലം കൂടുതലാണെങ്കിലും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. അമ്മയോട് എത്ര കടമുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ പണം അദ്ദേഹം അക്കൗണ്ടിലേക്ക് തന്നു മാഡം. അങ്ങനെ വീട്ടിലെ കടങ്ങളൊക്കെ തീർത്തു. ഇനി വീടാണ്, അതും ഏകദേശം 6 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പണം എനിക്ക് നന്നായി കിട്ടിത്തുടങ്ങി. ഇതിനിടയ്ക്ക് വേറെ പ്രശ്നം ഞാൻ അറിയാതെ അവിടെ ഉണ്ടായിരുന്നു. ലളിത ചേച്ചി ഈ തമിഴ് കാമുകനുമായുള്ള ബന്ധം ആദ്യം എതിർത്തിരുന്നു. കാര്യം ചേച്ചിക്കും അവിടെ ഒരു തമിഴ് ഭർത്താവുണ്ട്. അങ്ങനെ ശരിയല്ലെന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ സ്നേഹം കാണിക്കും, പിന്നീട് പുള്ളിക്കാരൻ അവരെ ഉപേക്ഷിച്ച രീതിയിലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വേണ്ട, കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഈ അഡ്ജസ്റ്റ്മെൻറ്റും വീടുമൊക്കെ വന്ന് കണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തത്. നാട്ടിൽ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരറിയും, എൻ്റെ എല്ലാ ഇമേജും പോകും. അതുകൊണ്ട് പുള്ളിക്കാരുടെ ഒരു മൗനമായ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാമുകൻ ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ മുതലാളി എന്നോട് എപ്പോഴും കൂടെ നിൽക്കാൻ പറഞ്ഞത് എൻ്റെ കാമുകന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായി. പക്ഷെ മുതലാളി പേരുള്ളത് കൊണ്ട് അയാൾ അതൊക്കെ ഒന്ന് മറച്ചു വെച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ മുതലാളിയുടെ കൂടെയായി. മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ഞാൻ അവിടെയാണ് ഉറങ്ങുന്നത്. എങ്കിലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. കാര്യം എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി വന്നു മാഡം. അവസാനം അയാൾ ലളിത ചേച്ചിയോട് എല്ലാം പറഞ്ഞു. ഞാനൊരു കിളവനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. അയാളുടെ പണം കൊണ്ട് നാട്ടിൽ കടങ്ങൾ തീർത്തു, വീട് വയ്ക്കാൻ പോകുന്നതൊക്കെ. ലളിത ചേച്ചി പാഞ്ഞു വന്നു. എടി, നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കൂട്ടുനിന്നവളാണ്. എന്നിട്ടിപ്പോൾ നീ വേറൊരു കിളവൻ്റെ കൂടെയാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇയാൾ തന്നെയാണ് പണത്തിന് വേണ്ടി മുതലാളി എനിക്ക് കണക്ട് ചെയ്ത് തന്നെന്ന്. അത് കേട്ടതോടുകൂടി ലളിത ചേച്ചി പറഞ്ഞു, എന്നിട്ട് എത്ര പണമാണ് കിട്ടുന്നത്? നീ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ സമ്മതിച്ചല്ലോ. അപ്പോൾ നിനക്ക് നല്ല ഭാര്യയാകാനുള്ളൊരു യോഗ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ പണം ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ അത് എന്നോട് കൂടി പറയണ്ടേ? എനിക്കും അത്യാവശ്യമുണ്ട് പണം. നിൻ്റെ മുതലാളി എനിക്ക് പണം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ചേച്ചി ഇഷ്ടപ്പെടുമോ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലളിത ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എടി, ഞാൻ ഇത്ര പ്രായമായെന്ന് വെച്ചിട്ട് എൻ്റെ അഴകിനും ആരോഗ്യത്തിനും ഒട്ടും കുറവില്ല. ഇപ്പോഴും തമിഴന്മാർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പണം കിട്ടുമെന്നുള്ള അസൂയ കൊണ്ടല്ലേ പറയാതിരിക്കുന്നത്. നീ പറഞ്ഞു നോക്ക്, അയാൾക്ക് എന്നെ ഇഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുതലാളിയോട് കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ആ വന്നു പോകട്ടെ എടി, നിനക്ക് ഞാൻ ലക്ഷങ്ങൾ തരും. അവർക്ക് വില 10,000-ഓ 5,000-ഓ ഒക്കെ കൊടുക്കാം. നിനക്ക് കിട്ടുന്നത് നീ കുറച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ഞാൻ പിന്നീട് മാനേജ് ചെയ്തത്. എൻ്റെ വീട് വെക്കാൻ അദ്ദേഹം സഹായിക്കുന്ന കാര്യം ലളിത ചേച്ചിക്ക് അറിയാമായിരുന്നു. അതല്ലാതെ എനിക്ക് നല്ല പണം കിട്ടുന്ന കാര്യമൊന്നും അറിയില്ല. കുറച്ചേ കിട്ടുന്നുള്ളൂ എന്ന് പറയും. പുള്ളിക്കാരിക്കും അയാൾ കൊടുക്കുന്ന പണം കൊണ്ട് സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ അഡ്ജസ്റ്റ് ചെയ്തു പോന്നു. അല്ലെങ്കിൽ നാട്ടിൽ പേരുദോഷമാകില്ലേ മാഡം? 2-3 വർഷം കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരപ്പിലായി. നല്ലൊരു സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കാനായി. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. മുതലാളി ഇത്തരം ബന്ധങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയും. കാര്യം അവരുടെ ഭാര്യയുടെ വശത്തും നല്ല റിച്ചായ ഫാമിലിയാണ്. ബന്ധുക്കളും അളിയന്മാരുമൊക്കെ വലിയ വലിയ ആളുകളാണ്. മുതലാളിയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് രഹസ്യമായി അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ കൂടാതെ വേറെയും കണക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാനായിരുന്നു ഫേവറേറ്റ്. ഇടയ്ക്കിടയ്ക്ക് ലളിത ചേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു സെഷൻ അദ്ദേഹം അറേഞ്ച് ചെയ്യും. 2 പേരും ഇടവും വലവും ഇരിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. അതൊക്കെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കൈ നിറയെ പണമല്ലേ മാഡം കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഒരു വിഘ്നം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിത ചേച്ചിയുടെ വിടവായത്തമാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഒത്തിരി പേരെ പരിചയമുള്ളതല്ലേ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ വേറെ ഏതോ പെണ്ണുങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരുടെ വീട്ടുകാരറിഞ്ഞു, പ്രത്യേകിച്ച് അളിയന്മാർ. ഒരു രാത്രിയിൽ ഞാനും ലളിത ചേച്ചിയും മുതലാളിയും കൂടെ അവിടെ നല്ല രീതിയിൽ ഒരു തിരുവാതിര കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പാഞ്ഞെത്തിയത്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒന്നുമില്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നു. വഴിയിൽ വെച്ചാണ് ഞാനൊരു നാണം പോലും മറച്ചത്. ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടേണ്ടി വന്നു. അതോട് മുതലാളി എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചു. പക്ഷേ അവരുടെ ബന്ധുക്കൾ ഭീഷണി തുടർന്നു. എനിക്കും ചേച്ചിക്കും അവിടെ നിൽക്കക്കളിയില്ലാതായി. ചേച്ചിക്ക് ഒരു മകനുണ്ട്. ആ മകനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രാഖി രാമാനം കേരളത്തിലേക്ക് കടന്നു മാഡം. അവിടുത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ വന്നു നിന്നു. എൻ്റെ കൂടെ ലളിത ചേച്ചി വന്നു. അപ്പോൾ നാട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നു. ലളിത ചേച്ചി പറഞ്ഞു ഞാൻ ജോലി നിർത്തി പോകുന്നതുകൊണ്ട് അവളും ഇങ്ങി പോകുന്നതാണെന്ന്. അത് എല്ലാവരെയും വിശ്വസിച്ചു. എനിക്കെന്തായാലും വേറെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അത്യാവശ്യ സമ്പാദ്യമുണ്ടല്ലോ, അതുകൊണ്ട് കഴിഞ്ഞു പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ലളിത ചേച്ചി വേറെ കടയിൽ ജോലിക്ക് കയറി. കാര്യങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. നാട്ടിൽ അലകുലത്തുകളൊന്നുമില്ല, മറ്റ് ബന്ധങ്ങളില്ല. ഞങ്ങളുടെ പൂർവ്വകാലം ഞങ്ങൾ തന്നെ മറച്ചു വെച്ച് ജീവിച്ചു മാഡം. പിന്നീട് സ്ത്രീകൾ തുടങ്ങിയ കൂട്ടായ്മയിൽ എനിക്ക് ഒരു ജോലി കിട്ടി. അങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് അവിടെയുള്ളൊരു ചേച്ചിയാണ് അവരുടെ റിലേറ്റീവിന് വേണ്ടി എന്നെ ആലോചിച്ചത്. എൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ലല്ലോ. ചെക്കനെ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. എൻ്റെ പൂർവ്വകാലങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല മാഡം. അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത്. പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ആന വായിൽ അമ്പഴങ്ങ, നിൻ്റെ വായിൽ കുമ്പളങ്ങ. കാരണം എൻ്റെ ആദ്യത്തെ കാമുകനെ പോലെയോ എൻ്റെ മുതലാളിയെ പോലെയോ ഒന്നും പ്രത്യേകിച്ചില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു അയാൾ. വഴിതെറ്റി വന്ന അയാൾ കിണറ്റിൽ വീണെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇങ്ങനെയെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി കുറവാണ്, ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പുള്ളിക്കത് വളരെ അപകർഷതാബോധമുണ്ടാക്കി. ഞാൻ അത് വെച്ച് രക്ഷപ്പെട്ടു മാഡം. ആദ്യത്തെ കുറേ നാൾ അയാൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പോയി. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പിന്നീട് പുള്ളിക്കാരൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് നേരത്തെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. എന്താ തടാകമാണോ സമുദ്രമാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാനും തിരിച്ച് അദ്ദേഹത്തെ അപമാനിക്കാൻ തുടങ്ങി. കാര്യം നിങ്ങൾ അവിടെയും ഇവിടെയും എത്താത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദാമ്പത്യം വഴക്കുകൾ കൊണ്ട് മുഖരിതമായി. ഇതിനിടയ്ക്ക് ഞാൻ ചേച്ചിയോട് എല്ലാം പറയുന്നുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു അല്ലെങ്കിലും ഇവനെപ്പോലെ ഒരുത്തിനല്ല നിനക്ക് വേണ്ടത്. നീ ഒരു നല്ല പെൺകുട്ടിയാണ്, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നിന്റെ ദാമ്പത്യ ജീവിതം നന്നാക്കാൻ ഞാൻ അവനുമായിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പിന്നീട് ആ കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാം എന്ന് പറഞ്ഞാണ് ചേച്ചി തുടങ്ങിയത്. പക്ഷേ പോകെ എൻ്റെ ഭർത്താവുമായിട്ട് അവർ അടുത്തു. അവരെപ്പറ്റി നല്ല കാര്യങ്ങൾ മാത്രം എൻ്റെ ഭർത്താവ് പറയാൻ തുടങ്ങി. ചേച്ചി ഒരു പാവമാണെന്നും പ്രായമുണ്ടെങ്കിലും ചേച്ചിക്ക് ഇപ്പോഴും നല്ല സ്നേഹമാണെന്നും മറ്റും പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ചേച്ചി അയാളെ വലയിലാക്കിയെന്ന്. ചേച്ചിയോട് ഞാൻ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എടീ ഞാൻ ഒരു കുട്ടിയുടെ അമ്മയാണ്. എൻ്റെ ഭർത്താവ് നിൻ്റെ മുതലാളി, അങ്ങനെ പല ആളുകളെയും ഞാൻ കടന്നു വന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാനൊരു യൗവനക്കാരിയാണ്. നിൻ്റെ ഭർത്താവിനെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ നിൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ ആഴിയിൽ വീണ പൂഴി പോലെയാണ് മോളെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്നു കിടക്കുന്ന വീട്ടിൽ ആർക്കും താമസിക്കാൻ താല്പര്യമില്ല. അടഞ്ഞു കിടക്കണം വീട്. എങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു ബന്ധവസ് എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കി ചിരിച്ചു. എന്തായാലും നിൻ്റെ ഭർത്താവിനെ നിനക്ക് ഒരാവശ്യമില്ലല്ലോ, അവൻ എൻ്റെ കൂടെ നടന്നോട്ടെ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിന് പേരിൽ ഞാനും ചേച്ചിയും തമ്മിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി കേട്ടോ. ആ സമയത്ത് ചേച്ചി നല്ലവളായിട്ട് ചിത്രീകരിച്ച് എൻ്റെ ഹിസ്റ്ററി എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു. തമിഴിനെ പ്രേമിച്ചതും മുതലാളിയുടെ സ്വത്തടിച്ചു മാറ്റിയെന്നും ഒക്കെ പറഞ്ഞു. അതിന് കൂട്ടത്തിൽ എനിക്ക് 3 അബോർഷനും ഉണ്ടായെന്ന് പറഞ്ഞു മാഡം. അതോടുകൂടി ഇതുവരെയും കുട്ടികളുണ്ടാകാത്തതിൻ്റെ കാരണവും ഭർത്താവിന് മനസ്സിലായി എന്നുള്ള മട്ടിൽ അയാൾ കരുതുള്ളി. പിന്നീട് എൻ്റെ അമ്മയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മയും ഇത് കേട്ട് എനിക്ക് എതിരായി മാഡം. അങ്ങനെ ഭർത്താവിനോടും അമ്മയോടും പിണങ്ങി ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറി. അവിടെ നിൽക്കുകയായിരുന്നു. ലീഗലി വിവാഹമോചനമൊന്നും ആയില്ല. ഭർത്താവ് എന്നോട് പിണങ്ങി. ചേച്ചിയുടെ കൂടാണല്ലോ പൊറുതി. അങ്ങനെ നടക്കുകയാണ്. എനിക്കാണെങ്കിൽ കുട്ടികളുമില്ല മാഡം. ഇതിനിടയ്ക്ക് ഒരു കോളേജ് പയ്യൻ ഹോസ്റ്റലിന് മുന്നിൽ മിക്കവാറും കാണുന്ന ആളാണ്. അവൻ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഞാനും അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും നേരിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു. ഒരു രസത്തിന് ഞാൻ അവൻ്റെ കൂടെ കറങ്ങാൻ തുടങ്ങി. പിന്നീട് ചെക്കൻ എന്നോട് പലതും ആവശ്യപ്പെടാൻ തുടങ്ങി. പണമല്ല, അവൻ എൻ്റെ സ്നേഹം വേണം എന്ന് പറഞ്ഞ് ഒത്തിരി നാളായി വെറുതെ നിൽക്കുകയായിരുന്നില്ലേ മാഡം. അതുകൊണ്ട് ചെക്കൻ
കാറൊക്കെ ഉള്ളവനായതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അവിടെയും ഇവിടെയും ഒക്കെ ഒന്ന് പോകാൻ തുടങ്ങി. എനിക്ക് പക്ഷേ ലോഡ്ജിലും മറ്റും പോയി പ്രശ്നമുണ്ടാക്കാൻ ഇപ്പോൾ പേടിയാണ്. പഴയ ധൈര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ കാറിനുള്ളിൽ വെച്ച് അവനെ സ്നേഹിക്കാനൊക്കെ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 വട്ടം മാഡം. ഇതിനിടയ്ക്ക് മുഖമില്ലാത്ത എൻ്റെ വീഡിയോ ചെക്കൻ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു മാഡം. എനിക്കത് അറിയില്ലായിരുന്നു. അവനത് പലർക്കും അയച്ചു കൊടുത്തു. എൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാനാണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. മുഖമില്ല, പക്ഷേ ഞാനാണെന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലായി. നാട്ടിലും ജോലി സ്ഥലത്തും നല്ല സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാഡം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭർത്താവും എൻ്റെ അമ്മയും പിന്നെ ലളിത ചേച്ചിയും ഒക്കെ എന്നെ കുറ്റം പറയുകയാണ്. ഞാൻ മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരി. ഇവരാരും ചെയ്ത കുറ്റങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. പ്ലീസ് മാഡം, എനിക്കൊരു മറുപടി തരണം. ഞാനിതെങ്ങനെ തരണം ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ, ചെറുപ്പത്തിലെ ജോലിക്ക് പോക്ക്, അവിടെ ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് താമസം, അത് കഴിഞ്ഞ് മുതലാളിയുടെ കൂടെയുള്ള ജീവിതം, രാത്രിയിലെ ഇറങ്ങിയോട്ടം, പിന്നീട് നാട്ടിൽ വന്നുള്ള നല്ല ജീവിതം. ഭർത്താവിനെ കണ്ടുപിടിച്ചു. ഭർത്താവ് കുഴപ്പം ആരോപിച്ചപ്പോൾ അങ്ങേർക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നീട് അവസാനം എല്ലാം കുളമായി. ചേച്ചിയുടെ കൂടെ അയാളുടെ ജീവിതം. ചേച്ചി നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പുറത്ത് പറഞ്ഞു. അതങ്ങനെയാണ്. നമ്മളുടെ രഹസ്യം അറിയാവുന്ന ഒരാളെ നമ്മൾ പിണക്കിക്കഴിഞ്ഞാൽ അവർ പുറത്ത് പറയും. അപ്പോൾ അങ്ങനെ എല്ലാം കുളമായി. വീട്ടുകാരെയും ഭർത്താവിനെയൊക്കെ ധിക്കരിച്ച് നിങ്ങൾ സ്വയം ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും നിങ്ങളെന്താ വിചാരിച്ചത്? ഒരു കൊച്ചു പയ്യൻ വന്നു, എന്നാൽ പിന്നെ അവൻ്റെ കൂടെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു. ചെക്കൻ അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തു. എന്തായാലും അവൻ ഷൂട്ട് ചെയ്തത് നിങ്ങളുടെ അനുവാദമില്ലാതാണെങ്കിലും മുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ അവനൊരു രസത്തിനായിരിക്കാം 10 പേർക്ക് കൊടുത്ത് കാണുമായിരിക്കും. ഇത്രയും നാളും കാര്യങ്ങൾ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഓരോന്നായിട്ട് ആളുകൾ അറിഞ്ഞു തുടങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ പ്രശ്നമായി. എന്നിട്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോ? ഇല്ലല്ലോ. അതെല്ലാം തരണം ചെയ്തല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇത് തരണം ചെയ്യാനുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖമില്ല. അതുകൊണ്ട് പറയുക, അത് ഞാനല്ല. ചിലപ്പോൾ എൻ്റെ ശബ്ദത്തോടു കൂടിയോ സംസാരത്തോടു കൂടിയോ വല്ല സാദൃശ്യം കാണും എന്ന് വെച്ചിട്ട് അതിന് നടക്കുന്നവളല്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുകയാണ്. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തിയാൽ ഞാൻ പ്രതികരിക്കും, ഞാൻ നിയമപരമായി മുന്നേറും എന്നൊക്കെ പറയുക. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. ഇതിലും നല്ല രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോവുക. എനിക്കതേ പറയാനുള്ളൂ. എന്തെല്ലാം തരികടകൾ ചെയ്യുന്നു. അപ്പോൾ പേടിയില്ലായിരുന്നു, ഇപ്പം എന്ത് പേടി? ഒരു കാര്യമില്ല. നല്ല രീതിയിൽ മറുപടി പറഞ്ഞങ്ങോട്ട് മുന്നോട്ട് പോവുക.